ഹലോ, അസ്സലാമു അലൈക്കും. നോമ്പിന് ഭയങ്കര ചൂടാണല്ലോ ഇപ്രാവശ്യം. അല്ല, സോറി, നോമ്പ് ഇപ്രാവശ്യം ഭയങ്കര ചൂടുള്ള സമയത്തിന് പല ആളുകൾക്കും ഭയങ്കര ഉഷ്ണവും മൂത്രച്ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏപ്രിൽ വരേണ്ട ചൂട് ഫെബ്രുവരി ലാസ്റ്റ് തന്നെ വന്നു എന്ന് തോന്നുന്നു. ഇന്ന് കുറേ ഓടി. രണ്ട് കാര്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഇറങ്ങിയത്. പക്ഷേ അതിനേക്കാൾ ഇന്ന് ഓട്ടം കൂടുതലായിരുന്നു. ഭയങ്കര ക്ഷീണം ഉണ്ടായിപ്പോയി. ഒന്നാമത് തന്നെ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹെൽത്തിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് അതിൻ്റെ ചെറിയ കുട്ടിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന കാര്യങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി അവിടുത്തെ ഒപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ ളുഹറിൻ്റെ സമയമായപ്പോൾ ഒരു പള്ളീൻ്റെ ഉമ്മർത്ത് നിർത്തി. ഭയങ്കര ചൂട് കാരണം ഭയങ്കര ചൂട്. അങ്ങനെ ഒരു പടുകൂറ്റം പള്ളീൻ്റെ ഉമ്മർത്ത് നിർത്തി. നേരെ അതിൻ്റെ ഉള്ളിൽ പോയി. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഉളു കൊടുക്കാനൊക്കെ വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പുറത്ത് നോമ്പ് വഴിയോര യാത്രക്കാർക്ക് നോമ്പ് തുറൻ്റെ സാധനങ്ങളൊക്കെ കുട്ടികളും അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയ വഴിയാത്രക്കാരായ ആളുകൾ നിസ്കരിക്കുന്നു. പിന്നെ ജമാഅത്തിനായിട്ട് കാത്തിരിക്കുന്നത് കണ്ടു. നിസ്കാരം കഴിഞ്ഞ് പുറകോട്ട് ഒരു ചില്ലുകൂട്ടിൽ കുറച്ച് കസേരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാലിന് വയ്യാത്ത ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടിയിലൊന്ന് തൊട്ട് നോക്കിയോളൂ. എൻ്റെ പൊന്നോ, എന്ത് ചൂടറിയോ! ഓ, പറയേണ്ട ആവശ്യമില്ല, അത് ഇരുന്ന് ഞങ്ങൾ അറിയണം. പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്രയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടായിരുന്നു. പെങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അതിന് വേണ്ടിയുള്ള കുറേ ഓട്ടങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കാര്യങ്ങൾക്ക് മരുന്നിനും കാര്യങ്ങൾക്ക് പിന്നെ കുറച്ച് ദൂരം വേറെ സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. അങ്ങനെ ടയേർഡായി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ടയേർഡായി. ഓട്ടത്തിൻ്റെ അവസാനം കുറച്ച് കാശ് സംഘടിപ്പിച്ചു. 10,000 റുപ്യോളം ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് പൈസ അടച്ചു. അപ്പോഴേക്കും വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ ഉപ്പാടെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകണം. അവരാണ് ആദ്യമായിട്ട് നോമ്പ് തുറക്കി വിളിക്കുന്നത്. അപ്പോൾ പോകുന്ന റോഡൊക്കെ മൊത്തം കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു. മൊത്തം ടയേർഡ്. ഇതിലൂടെ അതിലും ടയേർഡായി. അങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഇറങ്ങി അങ്ങനെ പോയി. ഒരു കടമ്പ കടന്ന് പോകുമ്പോഴാണ് വീണ്ടും അതാ ട്രാഫിക്. പിന്നെ ഇത് 66 വരെ ഇങ്ങനെ ഇരുന്നെണ്ണി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് നീങ്ങിയത്. മഴയുള്ളതുകൊണ്ട് റോഡൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വീടെത്താനായപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പായി നമ്മൾ വീടെത്തി. പിന്നെ വണ്ടി നിർത്തി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നോമ്പ് തുറക്കുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. മുമ്പേ പറഞ്ഞു വലിയ സാധനങ്ങളൊന്നുമില്ല, നമ്മളെന്താണോ നോമ്പ് തുറക്കുന്നത് അതേ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ് സന്തോഷമായി. കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും ഈത്തപ്പഴവും ഉണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം കൊണ്ട് നമ്മൾ നോമ്പ് തുറന്നു. അപ്പോൾ ഈ വർഷം നോമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നോമ്പ് കഞ്ഞി, അതായത് പള്ളിയിലെ കഞ്ഞി ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നോമ്പർക്ക് ഒരുപാട് വിഭവങ്ങളും വേറെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീഡിയോയിലും അത് മാത്രം കാണിക്കുന്ന മോശമല്ലേ. അപ്പോൾ ഇതാണ് ആ മഹാന്. എൻ്റെ ഉപ്പാടെ സഹോദരൻ മോനാണ്. കുടുംബബന്ധവും രക്തബന്ധത്തേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് എല്ലാ ആളുകൾക്കും നമ്മുടെ കുടുംബത്തിലേക്ക് അറിയാം. അതെന്നും നിലനിർത്തട്ടെ.